ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സർ, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷേ അതിൽ ഒരാളോട് എനിക്ക് നല്ല ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. എനിക്ക് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാൽ എനിക്ക് ആ ഒരു ഇഷ്ടം തുറന്ന് പറയാതിരിക്കാനും കഴിയില്ല. എങ്ങനെ പറയണം എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരിക്കും. ആ സാഹചര്യങ്ങളിൽ മാത്രമല്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെയധികം കോൺഷ്യസ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ കോൺഷ്യസ് ആയിട്ട്, ഇപ്പോൾ നഖം വെട്ടാത്തവരാണെങ്കിൽ നന്നായിട്ട് നഖം വെട്ടുക. അതുപോലെ തന്നെ താടിയും മുടിയും ഒക്കെ കൂടുതലായിട്ട് കെയർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുക. നല്ല വെൽ ഡ്രസ്ഡ് ആയിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കണം എന്നുള്ളതല്ല. നിങ്ങൾ എന്ത് ഡ്രസ്സാണോ ധരിക്കുന്നത് അത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അയൺ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുക. അതുപോലെ നല്ല വൃത്തിയുള്ള ചെരുപ്പ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഷൂ ഉപയോഗിക്കുക. അങ്ങനെ എപ്പോഴും നിങ്ങളുടെ അപ്പിയറൻസിൽ നിങ്ങളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ തോന്നണം എന്നുള്ളതാണ്. എസ്പെഷ്യലി ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ അതിലൊക്കെ ഒരു ഇഷ്ടക്കുറവ് വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ടായിട്ട് മേ ബി അക്സെപ്റ്റ് ചെയ്യും, പക്ഷേ നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് അക്സെപ്റ്റ് ചെയ്തോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ വളരെയധികം കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇടപഴകുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഹ്യൂമറൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. തമാശയൊക്കെ പറയുക. അങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു ഫ്രണ്ടിനെ കൂടുതൽ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവർ നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഓർക്കാൻ തുടങ്ങും. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? കൂടുതൽ ഫണ്ണാവുക, അല്ലെങ്കിൽ ഹ്യൂമറസ് നിങ്ങളുടെ കോൺവെർസേഷൻസിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി ഇതുപോലെ തന്നെ മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവരെ എന്തെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക എന്നുള്ളതാണ്. അവർക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാലാമതായിട്ട് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫിസിക്കൽ ടച്ച് കുറച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് കരുതി പെട്ടെന്ന് പോയി കയ്യിൽ പിടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് പോയി ഹഗ് ചെയ്യുക എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങൾ ഫ്രണ്ട്സ് ആണല്ലോ. ആ ഫ്രണ്ട്സ് ആയിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നിങ്ങൾ വേണമെന്ന് കരുതി ചെയ്യുന്നത് പോലെയല്ലാതെ നൈസായിട്ട് നിങ്ങൾക്ക് അടുത്ത് പോയിരിക്കാം, ചേർന്നിരിക്കാം. അതുപോലെ കാണുന്ന സമയത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ട് സംസാരിക്കാം. അതൊന്നും ഓവർ ടൈം ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കരുത്. ഷേക്ക് ഹാൻഡ് കൊടുക്കുക, വിടുക. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ആ ഒരു ഫിസിക്കൽ ടച്ച് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ നടക്കുന്ന സമയത്ത് ഷോൾഡേഴ്സ് തമ്മിലൊന്ന് കൂട്ടിയിടിക്കാം. അതുപോലെ തോളിൽ കൈയിടാം. പിന്നെ നല്ല ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഹഗ് ചെയ്യാം. ഇങ്ങനെ ചെറിയ രീതിയിൽ ആ ഒരു ഫിസിക്കൽ ടച്ച് കൂട്ടി കൊണ്ടുവരിക. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അകൽച്ച ഒന്നുകൂടി ക്ലോസ് ആയി വരുന്ന രീതിയിലുള്ള ഒരു ഫിസിക്കൽ ടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതും കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മിങ്കിൾ ചെയ്യുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്തൊക്കെ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കണം. അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാതെ അതിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ആയിട്ട് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ഫീല് അവർക്കുണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ലിസണിങ്. ഇപ്പം 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അടുത്തതെന്ന് പറയുന്നത്, എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. മേ ബി ചിലപ്പോൾ അവരുടെ ബർത്ത്ഡേ ഡേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നീ സൺഡേ കല്യാണത്തിന് പോകുന്നില്ലേ, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യുന്ന സമയത്തോ വിളിക്കുന്ന സമയത്തൊക്കെ ചോദിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇവനെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് അവർ ചിന്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്, ഇഷ്ടപ്പെട്ട ഹോബീസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ മിങ്കിൾ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്നുള്ളത് അറിയുമെങ്കിൽ നമുക്ക് ഇന്ന ഫുഡ് കഴിച്ചാലോ എന്ന് ചോദിക്കുന്നത് അവർക്ക് വളരെയധികം സന്തോഷമായിരിക്കും. കാരണം അവരെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളൊരു തോന്നൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. സോ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെക്നിക്കുകളൊക്കെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ റിമെമ്പർ ഓൾ ദ തിങ്സ് എന്നുള്ളതാണ്. അഥവാ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം പാർട്ടികളിലോട്ടൊക്കെ അവരെ വളരെ സ്നേഹത്തോടു കൂടി ഇൻവൈറ്റ് ചെയ്യുക. അവർ വരുമ്പോൾ അവർക്കൊരു പ്രത്യേക പരിഗണനയും മറ്റുമൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അവരെ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് ട്രീറ്റ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പ്രോഗ്രാംസ് ഉണ്ടാകുന്ന സമയത്ത് അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് അവരുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ബോറടിക്കുന്നവരെ ടൈം സ്പെൻഡ് ചെയ്യരുത്. വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നാൽ പോയാലോ എന്ന് അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരിൽ നിന്നും വിട്ടു പോരണം. മനസ്സിലായോ? അവർക്ക് നിങ്ങളോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും താല്പര്യമുണ്ടാകുമ്പോൾ അത് ആ ഒരു മുഴുവൻ ടൈമും കിട്ടാതെ വരുന്ന സമയത്താണ് അവർക്ക് നിങ്ങളോടൊരു ചേസിങ് കൂടുക. അപ്പം അങ്ങനെ ഓവർ ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാതിരിക്കുക. കുറച്ച് നിമിഷം സ്പെൻഡ് ചെയ്യുക, അത് വളരെ മനോഹരമാക്കുക, ഹാപ്പിയാക്കി മാറ്റുക. അതിനുശേഷം നിങ്ങൾ പതിയെ ലീവ് ചെയ്യുക. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ടെക്നിക്കുകളൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സംസാരത്തിനിടയിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. അഥവാ അവരെ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ളത് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു നോക്കുക. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണെടി അങ്ങനെ പറയാതെ അതിന് പകരം നിൻ്റെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെങ്കിൽ നിൻ്റെ ലോങ് ഹെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പതിയെ പതിയെ അവരുടെ ആ ഒരു റിയാക്ഷൻസും റെസ്പോൺസും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ പതിയെ പതിയെ നിങ്ങൾക്ക് ആ ഒരു ട്രാക്കിലോട്ട് കൊണ്ടുവരാവുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ അവരും ഒരു ദിവസം ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമക്ക് പോയാലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഗോ ഔട്ട് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്, പുറത്ത് പോകുന്ന കാര്യം. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് അവർ നിങ്ങളുടെ കൂടെ വരുന്നു, ടൈം സ്പെൻഡ് ചെയ്യുന്നു. അവിടെയും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് ബോറടിപ്പിക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോരണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഗോ ഔട്ട് പ്ലാന് ഒന്ന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഏകദേശം 10ഓളം കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങോട്ട് പ്രത്യേകിച്ച് പറയേണ്ടി വരില്ല, അവർ ഇങ്ങോട്ട് നിങ്ങളെ പ്രപ്പോസ് ചെയ്യും എന്നുള്ളതാണ്. പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും വിജയിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ പ്രപ്പോസ് ചെയ്യാനും അവരുമായിട്ട് നല്ലൊരു സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ താങ്ക് യു. നമസ്തേ.